ജൂൺ 5-നാണല്ലോ നമ്മൾ എൻവയറമെന്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ജാനുട്ടിന്റെ സ്കൂളിലൊക്കെ ലീവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവർ ജൂൺ 4-നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒന്ന് ഗ്രീൻ ഇല്ലെങ്കിൽ ബ്ലൂ കളർ ഡ്രസ്സ്, പിന്നെ ഒരു കുട്ടി പ്ലാന്റ്, പിന്നെ ഒരു നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഒരു ക്രാഫ്റ്റും ചെയ്തിട്ട് പോകണം. നമ്മൾ ജാനുട്ടിന് വാങ്ങിയ പ്ലാന്റ് ഇതാണ് കേട്ടോ. അപ്പൊ ഈ പ്ലാന്റ് എന്റെ കയ്യിൽ വെക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, നാട്ടിൽ നമ്മൾ സ്കൂളിൽ നിന്നാണ് പ്ലാന്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഇവിടെ നേരെ തിരിച്ചു. എന്തായാലും എല്ലാം റെഡിയാക്കി നമ്മൾ ജാനുട്ടിനെ രാവിലെ സ്കൂളിലേക്ക് വിടുവാനുണ്ട്. രാവിലെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നേ. ആൻഡ് ഇതാണ് ഞാൻ ജാനുട്ടിന് വേണ്ടി ചെയ്ത ക്രാഫ്റ്റ് കേട്ടോ. ഇതിൽ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത ഞാനാണ്. ബാക്കി കലാപരിപാടികൾ വരെയും കുറിയൊക്കെ ജാനൂട്ടന്റെ ആണ്. അപ്പൊ ഇതെല്ലാം റെഡി ആയിക്കൊണ്ട് നമ്മൾ നേരെ സ്റ്റോപ്പിലേക്ക് പോകണം കേട്ടോ. ജാനൂട്ടിന് രാവിലെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സ്കൂളിൽ കളർ ഡ്രസ് ഇടാൻ പറ്റിയ ദിവസം ആയതുകൊണ്ട് എന്റെ മോളിൽ നിന്ന് പോയേ പറ്റൂന്ന് വാശി പിടിച്ചു. അങ്ങനെ ജാനൂട്ടിന്റെ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ റൂമിൽ പോയി. എന്നിട്ട് കറക്റ്റ് 12:40 ആയപ്പോൾ ജാനൂട്ടിനെ വിളിക്കാൻ ഞാൻ സ്റ്റോപ്പിലേക്ക് പോവാണേ. നട്ടുച്ച നേരമായോണ്ട് ചൂടും ഹ്യൂമിഡിറ്റി ഒക്കെ കൊണ്ട് ഇവിടെ ജാനൂട്ടിന്റെ ബസ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുന്ന പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആണ്. അങ്ങനെ 10 മിനിറ്റ് എന്നെ വെയിറ്റ് ആക്കിയ ശേഷം നമ്മളുടെ ബസ് വന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്ന് എല്ലാവരും വരുന്നത്. ഇത് ജാനൂട്ടിന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. എല്ലാവരുടെയും മുഖത്തൊരു പെയിന്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് സ്റ്റോറി ടൈം ആണ് കേട്ടോ. ഇന്ന് സ്കൂളിൽ ആരൊക്കെ എന്തൊക്കെ പ്ലാന്റ് കൊണ്ടുവന്നു, എന്തൊക്കെ ക്രാഫ്റ്റ് കൊണ്ടുവന്നു, ടീച്ചർ ആർക്ക് എന്തൊക്കെ പെയിന്റിംഗ് ചെയ്ത് കൊടുത്തു, ഇത് മൊത്തം ഇനി റൂം വരെ ഞാൻ കേട്ടോണ്ടേ ഇരിക്കണം കേട്ടോ. റൂമിൽ ചെന്നാലും ഇനി ഒരു ദിവസത്തേക്ക് ഫുൾ ഈ സ്റ്റോറി തന്നെ ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് കേൾക്കാനും നല്ല രസമാണ്. ചില സമയത്ത് കേട്ട് നമുക്ക് തല വരികയും ചെയ്യും. അപ്പൊ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.